ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? വെൽക്കം ടു അടുത്ത സ്പോൺഷിപ്പ് വീഡിയോ. സോ ഇന്ന് നമ്മൾ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്ന പറയുകയാണെന്നുണ്ടെങ്കിൽ കാർ സർവീസിങ്ങിന് കൊടുത്തേക്കുവാണ്. സോ അത് കാരണം നമ്മുടെ കയ്യിൽ ഇപ്പം ക്വയറ്റായിട്ടൊരു സ്പേസിലിരുന്ന് നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലമില്ല. അപ്പോൾ ട്രെയിനിലൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നത്. സോ ഏതായാലും ഇപ്പം നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ്സ് അ പാർട്ട്. നമുക്ക് ഏതായാലും ജോബ് ഓപ്പണിംഗിലേക്ക് വരാം. സോ ഇന്നത്തെ ജോബ് ഓപ്പണിംഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റിൻ്റെ ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ചിറങ്ങുന്നത് ഒന്ന് ഡോക്ടർ, നഴ്സുമാർ, ഫാർമസിസ്റ്റ്, പിന്നെ ആണ് ബാക്കിയുള്ള ടീംസ് എല്ലാം പുറകെ കൂടെ വരുന്നത്, ഞങ്ങളെ പുറത്തൊക്കെ. സോ ഈ ഒരു ജോബ് റിക്വയർമെൻറ്റ് ഒട്ടനവധികം ആൾക്കാർ ചോദിക്കുന്നതും ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നതാണ്. സോ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഈ ഒരു മെസ്സേജ് വന്നായിരുന്നു എന്നോട് ചോദിച്ചിട്ട്. സോ നമുക്കിവിടെ ഫാർമസിസ്റ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒപ്തോമോളജിസ്റ്റ് ഒക്കെ ആയിട്ട് എങ്ങനെ നമുക്കിവിടെ വർക്ക് ചെയ്യാന്നൊക്കെ. സോ അതിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസും കാര്യങ്ങളും വേണം. സോ ഇപ്പം ഞാൻ പറയുന്നത് ഏതായാലും നമുക്കിപ്പോൾ ഏതായാലും ആ ടോപ്പിക്കിലേക്കൊക്കെ പിന്നെ പോകാം. ഇപ്പോൾ ഏതായാലും നമുക്ക് ഫാർമസിസ്റ്റിൻ്റെ ടോപ്പിക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് നിൽക്കാം. സോ നമുക്കിവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ GPHയുടെ രജിസ്ട്രേഷൻ വേണം. സോ നിങ്ങൾക്ക് ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ അതിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് GPHC എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ഫാർമസിസ്റ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും ഒരു സെപ്പറേറ്റ് വീഡിയോ ഇതിനെക്കുറിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റേ ക്ലിനിക്കൽ ഫാർമസിസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ അവർ പറഞ്ഞിരിക്കുന്ന റിക്വയർമെൻറ്റ് ഇതാണ്: ഒരു റെലവൻറ്റ് ഡിഗ്രി വേണം. അതിപ്പോൾ മാസ്റ്റേഴ്സ് ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്. അതുകൂടാതെ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരിത് മീൻസ് ലൈക്ക് അതിന് ആ ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് ഡിസൈറബിളാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അത്യാവശ്യമല്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ GPH രജിസ്ട്രേഷനും അതുകൂടാതെ റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഓവർസീസ് കാൻഡിഡേറ്റിനെ ഏതായാലും അവർ ഹയർ ചെയ്യുന്നില്ല, വിതിൻ UK മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ UK ആരെങ്കിലും GPH രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ സ്പോൺഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജോബ് റോളിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. കാരണം ഈ ജോബ് റോൾ കുറച്ച് നാളായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട്. സോ ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഈ ഒരു ഇൻക്വയറി വന്ന കാരണം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ ഏതായാലും ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുൾ ആവട്ടെ. സോ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് GPH രജിസ്ട്രേഷനും UK നമുക്ക് എങ്ങനെ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാം എന്നുള്ള നിങ്ങൾക്കൊരു എന്നിട്ട് എങ്ങനെ നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷൻ വേണം, അല്ലെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ അതിനെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.